ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിട്ടുള്ളതൊരു വാഷിംഗ് മെഷീനുമായിട്ടാണ്. വാഷിംഗ് മെഷീൻ്റെ സ്പിന്നർ സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് കേട് വരുന്നത്, ഇതിൽ നമുക്ക് തന്നെ ശരിയാക്കാൻ പറ്റുന്ന കംപ്ലയിൻസുകൾ ഏതൊക്കെയാണ്, ഒരു മെക്കാനിക്കിനെ വിളിക്കേണ്ട കംപ്ലയിൻസുകൾ ഏതൊക്കെയാണ്, സ്പിന്നറിൽ വരുന്ന ഒരുവിധ കംപ്ലയിൻസൊക്കെ നമുക്ക് തന്നെ ശരിയാക്കാൻ പറ്റും. സ്പിന്നർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വിശദമായിട്ട് അറിയണം. എങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലെ പല കംപ്ലയിൻസ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ശരിയാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് സ്പിന്നറിൻ്റെ എല്ലാ പാർട്സുകളെ കുറിച്ചും അതിൽ ഓരോ വരുന്ന കംപ്ലയിൻസിനെ കുറിച്ചും അതെങ്ങനെ ശരിയാക്കി എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഈ സ്പിന്നറിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പോണൻസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഈ ബാക്ക് പാനലിൽ ഇവിടെയുള്ള സ്ക്രൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും. പിന്നെ ഈ വാട്ടർ വാൽവ് റബ്ബർ സീൽ ഒന്ന് റിലീസ് ചെയ്തിടണം, എന്നാൽ ഈ ടൈമർ സെക്ഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. ടൈമർ സെക്ഷൻ്റെ സൈഡിൽ ഒന്ന് പുഷ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പോണൻസുകൾ നോക്കാം. നമ്മുടെ സ്പിന്നറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പോണൻസുകൾ എന്താ വെച്ചാൽ, ഒന്ന് സ്പിൻ ടൈമറാണ്. നമ്മൾ ടൈം സെറ്റ് ചെയ്യും, എത്ര ടൈമാണ് സ്പിന്നർ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ടൈം സെറ്റ് ചെയ്യുന്ന സ്പിൻ ടൈമർ. ഈ ഒരു ഡോറ്, സ്പിന്നിൻ്റെ ഈ ഡോറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്, ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. ഈ ഡോറിൻ്റെ പിന്നിൽ ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പിൻ ഡ്രം നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിലൊരു സാധനമുണ്ട്. ഇതിന് ആരോ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന്. ഇത് സേഫ്റ്റി ക്യാപ്പാണ്. നമ്മൾ ഡ്രസ്സ് അതിന് മുകളിൽ വെക്കുന്ന ഒരു സേഫ്റ്റി ക്യാപ്പാണിത്. അപ്പോൾ ഈ ടൈമർ സെക്ഷൻ നോക്കിയാൽ ഇവിടെ സ്പിൻ ടൈമർ നമുക്ക് കാണാൻ കഴിയും. ഈ സ്പിൻ ടൈമറിൽ ആകെ 2 വയസ്സേ ഉള്ളൂ. സ്പിൻ ടൈമർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പിൻ ടൈമറിലോട്ട് വരുന്ന വയറും സ്പിൻ ടൈമറിൽ നിന്ന് പോകുന്ന വയർ 2 വയസ്സ് ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ റെഡും ബ്ലൂ ആയിട്ട് 2 വയറുണ്ട്. സ്പിൻ ടൈമറിൽ വലിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ 2 വയർ ഷോർട്ട് ചെയ്യുക. 2 വയർ ഷോർട്ട് ചെയ്തിട്ട് സപ്ലൈ ഓൺ ആക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് സ്പിന്നർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുക. നമ്മുടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടൈമറിൻ്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഈ സ്പിൻ ടൈമർ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റിയിട്ട് പുതിയ ടൈമർ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ടൈമർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സ്പിന്നറിൻ്റെ ടൈമർ സെക്ഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു സ്പിൻ ടൈമറിനോട് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു മെക്കാനിസം കിടക്കുന്നുണ്ട്. ഇതാണ് ലിഡ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് 2 കോണ്ടാക്റ്റുകളാണ്. നമ്മുടെ സ്പിന്നറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ 2 കോണ്ടാക്റ്റുകൾ ഓപ്പണും ക്ലോസ് ആവും. ഇങ്ങനെ ഓപ്പണും ക്ലോസ് ആവുന്നതിൻ്റെ ബേസിലാണ് മോട്ടറിലോട്ടുള്ള കണക്ഷന് കട്ടാവുന്നത്. ഇപ്പോൾ നമ്മളിത് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമുക്കറിയാം സപ്ലൈ ഓൺ ആണെങ്കിലും നമ്മൾ സ്പിന്നറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മോട്ടറിലോട്ടുള്ള സപ്ലൈ കട്ടായിട്ട് എന്ത് ചെയ്യാം, മോട്ടർ ഓഫ് ആവാറുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മോട്ടർ ഓഫ് ആവാറുണ്ട്, സ്പിന്നർ ഓൺ ആണെങ്കിൽ പോലും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലിഡ് സ്വിച്ച് എന്ന് പറയുന്നത് 2 മെറ്റൽ കോണ്ടാക്റ്റുകളാണിത്. ഇപ്പോൾ നമ്മൾ ഡോർ ഓപ്പണും ക്ലോസ് ആകുന്ന സമയത്ത് ഈ 2 മെറ്റൽ കോണ്ടാക്റ്റുകൾ ഓപ്പണും ക്ലോസ് ആവും. അപ്പോൾ ഇതിങ്ങനെ ഷോർട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും, കണക്ഷൻ വരും, അല്ലെങ്കിൽ കണക്ഷൻ ലോസ് ആവും. അങ്ങനെ ഓപ്പണും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ മോട്ടർ ഓഫായിട്ട് നിൽക്കുന്നത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മെക്കാനിസം. അപ്പോൾ ഈ ലിഡ് സ്വിച്ച് ക്ലീൻ ചെയ്ത് വെക്കുക. ലിഡ് സ്വിച്ചിൽ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഡ്രയർ എന്ത് ചെയ്യില്ല, റൊട്ടേറ്റ് ആവില്ല, സ്പിന്നർ റൊട്ടേറ്റ് ആവില്ല. അപ്പോൾ അതിനൊരു കാരണം ഈ പറഞ്ഞ ഒന്ന് ടൈമറാണ്, രണ്ടാമത്തെ ലിഡ് സ്വിച്ചാണ്. ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ടൈമർ പറഞ്ഞു, ടൈമർ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് നമുക്ക് 2 വയർ ഷോർട്ട് ചെയ്യാം. ഇപ്പോൾ ലിഡ് സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞു. ലിഡ് സ്വിച്ചിൽ ഫംഗസ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആ കോണ്ടാക്റ്റ് അവിടെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വല്ല ചെറിയ സ്ക്രബ്ബർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്ത് വെക്കുക. ഇനി ഈ ലിഡ് സ്വിച്ചിൽ 2 വയർ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ബ്ലൂവും ബ്ലാക്കും, ഈ 2 വയർ ഇപ്പോൾ ലിഡ് സ്വിച്ചിന് കംപ്ലയിൻ്റ് ആണോ ഇല്ല അറിയണമെങ്കിൽ നിങ്ങൾ ഈ 2 വയർ എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഷോർട്ട് ചെയ്യുക. 2 വയർ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക, ഷോർട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്യുക മീൻസ് രണ്ടും കണക്ട് ചെയ്യുക. 2 വയർ കട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സപ്ലൈ ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രം കറങ്ങുന്നുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ലിഡ് സ്വിച്ചിന് കംപ്ലയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടൈമർ സെക്ഷനിൽ വരുന്നത് 4 വയറാണ്, അത് ഓർത്തിരിക്കുക. 2 സ്പിന്നറിൻ്റെയും 2 ലിഡ് സ്വിച്ചിൻ്റെയും 4 വയറുണ്ടാവും. ടൈമർ സെക്ഷനിൽ നിന്ന് മോട്ടറിലോട്ട് പോകുന്ന 4 വയറുണ്ടാവും. അപ്പോൾ ഈ 4 വയറായിരിക്കും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് ഷോർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലിഡ് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണോ സ്പിന്നറിൻ്റെ കംപ്ലയിൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു, ഈ സ്പിന്നറിൻ്റെ ഡോറിൽ ഒരു മെക്കാനിസം കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞത് ഈ ഒരു സ്റ്റിങ് ആണ്. കണ്ടോ, നമ്മുടെ സ്പിൻ ഡ്രം കറങ്ങുന്നത് അതിൻ്റെ ഷാഫ്റ്റ് നമ്മുടെ സ്പിന്നർ മോട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് സ്പിന്നർ മോട്ടറിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഒരു സ്റ്റിങ് വഴിയാണ് ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്പിന്നറിൻ്റെ ഡോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇത് വലിഞ്ഞിട്ടാണ് അവിടെ ആ ബ്രേക്കിംഗ് വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സ്പിന്നർ മോട്ടർ കാണാൻ കഴിയും. സ്പിന്നർ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കാണാം, അതേപോലെ നമ്മുടെ സ്പിൻ ഡ്രമ്മിൻ്റെ ഷാഫ്റ്റും കാണാം. സ്പിന്നർ മോട്ടറിൻ്റെ ഷാഫ്റ്റ് സ്പിൻ ഡ്രമ്മിലോട്ട് ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 9, 10, 11 സ്പാനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ സ്ക്രൂ അയക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു സ്പിൻ മോട്ടറിൻ്റെ മുകൾ സൈഡിൽ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വഴി ഒരു സ്റ്റിങ് വഴി ഉണ്ടോ ഇത് നേരെ മുകളിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമർ സെക്ഷൻ്റെ ഈ ഒരു സൈഡിലോട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ വലിയും. കണ്ടോ, ഇത് അപ്പ് ആൻഡ് ഡൗൺ ആവും. നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് അപ്പും ഡൗൺ ആവുന്ന സമയത്ത് ഒരു വലിവ് വരും. ആ വലിവ് വരുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു മോട്ടറിൻ്റെ ടോപ്പിലോട്ട് ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്പിന്നർ എന്ത് ചെയ്യും, പെട്ടെന്ന് നിന്ന് പോകും. അത് നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, ഇതൊരു മെക്കാനിസമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ 2 മെക്കാനിസം വഴിയാണ് സ്പിന്നർ ഇവിടെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ മോട്ടർ കട്ടാവാൻ ഇതാക്കുന്നത്. ഒന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു പാർട്ടാണ് ബഫർ സീൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്പിന്നറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ബഫർ സീൽ എന്ന് പറയുന്നത്. ബഫർ സീലിന് കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക വെച്ചാൽ ബഫർ സീൽ ജാം ആവുന്ന സമയത്ത് നമ്മുടെ സ്പിന്നർ റൊട്ടേറ്റ് ആവാണ്ട് സ്റ്റക്കായി നിൽക്കും. 1 2 ബഫർ സീലിന് വല്ല ടിയർ സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം ലീക്കായിട്ട് മോട്ടറിലോട്ട് വന്നിറങ്ങിയിട്ട് മോട്ടർ ഡാമേജ് ആയി പോകും. ഒരു സ്പിന്നറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ കാണിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഒരു പാർട്ട്. ഇതിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് മെക്കാനിക്കിനെ വിളിച്ചിട്ട് കാണിക്കുക. ഇങ്ങനെ ഇപ്പോൾ വെള്ളം ലീക്കാവുന്നുണ്ടോ നോക്കുക. വെള്ളം ലീക്കാവുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ മെക്കാനിക്കിനെ വിളിക്കുക, കാര്യം പറയാം. ഈ മോട്ടറിലോട്ട് പോവുകയാണെങ്കിൽ മോട്ടറിൻ്റെ 3 വൈൻഡിങ് വയർ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു വൈൻഡിങ് ഉണ്ടാവും, പിന്നെ റൺ ചെയ്യുന്നൊരു വൈൻഡിങ് ഉണ്ടാവും, ഒരു കോമണും ഉണ്ടാവും. ഇതിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൻ്റെയും റണ്ണിങ് വൈൻഡിങ്ങിൻ്റെയും ഇടയ്ക്ക് സ്റ്റാർട്ടിങ് വൈൻഡിങ് സീരീസ് ആയിട്ടൊരു കപ്പാസിറ്റർ വെക്കുക. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ ഈ മോട്ടർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ യൂസ് ചെയ്യാം. കണ്ടിന്യൂറ്റി ടെസ്റ്റർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഒരുപാട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ 3 വയറിൻ്റെ ഇടയ്ക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ട് അതുപോലെ ബോഡിയുമായിട്ട് ഷോർട്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക്. മോട്ടറിന് കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് കണ്ടിന്യൂറ്റി ടെസ്റ്റർ നിർമ്മിച്ചാൽ മതി. കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും മോട്ടറിൽ കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി കപ്പാസിറ്ററിലോട്ട് വരികയാണെങ്കിൽ കപ്പാസിറ്ററിന് 4 ലെഗ് ഉണ്ടാവും. 2 നമ്മുടെ സ്പിന്നറിനും 2 വാഷറിനുമാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെ ഇത് നമ്മൾ ഇപ്പോൾ സ്പിന്നറിലോട്ട് കണക്ട് ചെയ്ത ലെഗുകൾ ഏതൊക്കെയാണ് കപ്പാസിറ്ററിൽ നിന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പിന്നറിൻ്റെ 3 വയർ നോക്കുക. സ്പിന്നർ മോട്ടറിൽ നിന്ന് വരുന്ന 3 വയർ നോക്കിയിട്ട് അതേപോലെ നമ്മുടെ ഈ കപ്പാസിറ്ററിൻ്റെ 4 ലെഗ് നോക്കിയിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള വയറുകൾ നോക്കുക. അപ്പോൾ ഇവിടെ ഗ്രീനും യെല്ലോയും കോമൺ ആണ്. അപ്പോൾ ഗ്രീനും യെല്ലോയിലോട്ടായിരിക്കും നമ്മുടെ സ്പിന്നർ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക കപ്പാസിറ്ററിൻ്റെ. അപ്പോൾ കപ്പാസിറ്ററിന് ഇഷ്യൂ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഒരു മെക്കാനിക്കിൻ്റെ കയ്യിലാകുമ്പോൾ ഇതുപോലത്തെ ഒരു കപ്പാസിറ്റർ ഒക്കെ ഉണ്ടാവും, ഒരുപാട് കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ ഒരുപാട് കപ്പാസിറ്റേഴ്സ് അവരുടെ കയ്യിലുണ്ടാവും ചിലപ്പോൾ. പക്ഷേ നമ്മുടെ കയ്യിൽ, സാധാരണക്കാരുടെ കയ്യിൽ ഇപ്പോൾ കപ്പാസിറ്റർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇഷ്യൂ ആണോ അല്ലയെന്ന് അറിയണമെങ്കിൽ കപ്പാസിറ്റർ മാറ്റിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സപ്ലൈ ഓൺ ആക്കിയിട്ട് ഷാഫ്റ്റിൽ പോയിട്ട് തിരിക്കുക, ഇതിൻ്റെ താഴെ ഷാഫ്റ്റിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഇതൊരിക്കലും ചെയ്യരുത്, ഇത് റെക്കമെൻഡ് അല്ല. ഇപ്പോൾ ഷാഫ്റ്റിൽ പോയി നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബോഡിയിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഷോക്ക് അടിക്കും, നല്ല ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരിക്കലും നിങ്ങൾ സപ്ലൈ ഓൺ ആക്കിയതിന് ശേഷം ഈ ഒരു മോട്ടറിന് താഴെ പോയി പിടിക്കാനോ ഒന്നും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ലീഡ് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2 വയർ ഷോർട്ട് ചെയ്തിടുക. അപ്പോൾ 2 വയർ ലീഡ് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2 വയർ കട്ട് ചെയ്തിട്ട് അത് ഷോർട്ട് ചെയ്തിടുക. പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് റിലീസ് ചെയ്യുക. ബ്രേക്ക് റിലീസ് ചെയ്ത് സ്റ്റിങ്ങിലോട്ട് കണ്ടോ ഇവിടെ ഹോളുണ്ട്, ആ ഹോളിൽ നമുക്ക് ദൂരെ എടുക്കാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഈ ഒരു ബ്രേക്ക് റിലീസ് ചെയ്യുക. അപ്പോൾ ഈ ബ്രേക്ക് ശരിക്കും വർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ സ്റ്റിങ് ഇങ്ങനെ വലിയുമ്പോൾ എന്ത് ചെയ്യും കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആവും. സ്റ്റിങ് കണ്ടോ അങ്ങോട്ട് പോകുമ്പോൾ അതൊരു ബ്രേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ലിഡ് സ്വിച്ചിൻ്റെ 2 വയർ ഷോർട്ട് ചെയ്തു, ബ്രേക്ക് റിലീസ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുക, ടൈമർ ഓൺ ചെയ്യുക, ഡോർ ഓപ്പൺ ചെയ്യുക. സ്പിന്നറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് സ്പിന്നറിൻ്റെ ഈ ഒരു ഡ്രം വെറുതെ റൊട്ടേറ്റ് ചെയ്യുക. സപ്ലൈ ഓൺ ആക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കറങ്ങുന്നുണ്ടോ ഇല്ലയോ നോക്കുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് കപ്പാസിറ്ററിൻ്റെ ഇഷ്യൂ ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇതാണ് സേഫായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. നേരെ പോയിട്ട് ഷാഫ്റ്റിൽ പിടിച്ചാൽ ഷോക്ക് അടിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇനി സ്പിന്നറിൽ വരുന്നൊരു ഇഷ്യൂ ആണ് സ്പിന്നർ ജാം ആവുന്ന ഇഷ്യൂ. സ്പിന്നർ ജാം ആവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്പിൻ ഡ്രം നോക്കിയാൽ ഈ സ്പിൻ ഡ്രം എപ്പോഴും ഫ്രീ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ആവാണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക. കഴിയുന്നില്ലെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് ജാമിങ് പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. അതിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക.
ഇനി അങ്ങനെ ചെയ്തിട്ട് റെഡി ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു മുകളിലൊരു ടോപ്പിലൊരു ക്യാപ്പ് ഉണ്ട്, അത് ആദ്യം നമുക്ക് എടുത്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ നോച്ചിലൂടെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്കിത് പുള്ള ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ സ്പേസ് കാണാം, ഈ 4 സൈഡിലായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കണ്ടോ, വെള്ളം പുറത്തോട്ട് പോകുന്ന ആ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ 4 സൈഡും ചെക്ക് ചെയ്യുക, അവിടെ വല്ല ക്ലോത്ത്സോ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ അതൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് ഒഴിവാക്കാം. ഓക്കെ, ഇതിലൂടെ കൈ ഇട്ടിട്ട് നമുക്കിത് എടുത്ത് ഒഴിവാക്കാൻ പറ്റുമോ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ നമുക്കിത് ഉരിയിട്ട് മാറ്റിയിട്ട് പിന്നെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുത്ത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ലൂബ്രിക്കൻസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ ഒരു ബഫർ സീൽ, ഇതിന് താഴെ ഒരു ബഫർ സീൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ലൂബ്രിക്കൻസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ബഫർ സീൽ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, സ്പിന്നർ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ നമുക്ക് ജാമിങ് പ്രോബ്ലം എന്തൊക്കെയാണ് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഇഷ്യൂസ് ഒന്നും അറിയാണ്ട് വെറുതെ മെക്കാനിക്കിനെ വിളിച്ചിട്ടോ വാഷിംഗ് മെഷീൻ കേടൊന്ന് പറഞ്ഞിട്ട് പുതിയ വാഷിംഗ് മെഷീൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും കംപ്ലയിൻസ് നമുക്ക് തന്നെ ശരിയാക്കാൻ പറ്റും.